ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതൂരം മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീന ബാലേന്ദ്രന് വേണ്ടിയുള്ള ഒരു കോഫി ആയിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഡോറ് മുട്ടിയിട്ട് നേരെ അങ്ങോട്ട് കയറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട്, ഇതെന്താണ് അച്ഛനെന്താ മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ ചായ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അലീനയുടെ കയ്യിൽ നിന്ന് വെച്ചാൽ പത്രം അങ്ങോട്ട് മേടിക്കുക. എന്നിട്ട് ചായ എടുത്തിട്ട് ഒരു കൈവച്ച് ഇങ്ങനെ പത്രം നിവർത്താനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നിവർത്താനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്താ വെച്ചാൽ കാണിക്കുന്നത്? ഞാൻ നിവർത്തി തരാന്നേ. ഇത് കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട, എനിക്കാരും നിവർത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും ബാലേന്ദ്രൻ ആ പത്രം നിവർത്താനായിട്ട് നോക്കുകയാണ് ഒറ്റ കൈവച്ച്. പക്ഷെ ബാലേന്ദ്രൻ അത് സാധിക്കുന്നില്ല. അപ്പോൾ അലീനയ്ക്ക് അങ്ങോട്ട് കലി വരികണത് എന്താ ചെയ്ത് കാണിക്കുന്നത്? ഞാൻ നിർത്തരുമെന്ന് പറഞ്ഞില്ല, മാറിക്കാൻ അങ്ങോട്ട്, എനിക്ക് നിർത്തരേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ബാലേന്ദ്രൻ ആ ചരമക്കോളം എടുത്തിട്ട് 42 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന രീതിയിൽ തന്നെ ഒരു ന്യൂസ് വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് വീണ്ടും കലി വന്നിട്ട് ആ പത്രം തട്ടിപ്പറിച്ചങ്ങോട്ട് മേടിച്ചെടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ വായിക്കണ്ട എന്ന് പറയുകയാണതേ. വേഷം കെട്ട് കാണിക്കാൻ നിൽക്കരുതേ. ഇതെന്തേ കാണിക്കുന്നത്? എൻ്റെ പത്രം കെട്ട് തന്നിട്ടേ. അയ്യടാ, ഞാൻ പത്രം കൊണ്ടുവന്നിട്ടല്ലേ അച്ഛനെ വായിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീനോട് വാശി പിടിക്കുകയാണ്. ഇതെന്താ ഇത്? ഞാനല്ലേ ഇനി ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്? എന്നിട്ടിട്ട് പോവല്ലേ? അപ്പോൾ ഒറ്റക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാനിനി ചെയ്യേണ്ടത്. എനിക്ക് ആരും സഹായത്തിന് വേണ്ടി വരില്ലല്ലോ, പിന്നെ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛാ, അതാണിപ്പോൾ കാര്യമല്ലേ അച്ഛൻ, എനിക്ക് പോയേ മതിയാവുള്ളൂ. ഞാനിവിടുന്ന് പോയാലും എനിക്ക് അച്ഛനല്ലാതെ ആവുമോ? ഓ, എല്ലാവരുടെ മുന്നിൽ പറഞ്ഞല്ലോ ഞാൻ അലീനയുടെ സ്വന്തം അച്ഛനല്ലെന്ന്. എല്ലാവരും മുന്നിൽ പറഞ്ഞു കളഞ്ഞില്ലേ? ബബിത എന്നോട് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ അവളുടെ മുന്നിൽ പാളി പോവുമായിരുന്നു. ഞാൻ നിന്റെ ആരും അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം എനിക്ക് തോന്നിപ്പോയത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിന് ഞാൻ ബബിതയോട് പറഞ്ഞില്ല. രോഹിത്തിനോട് ആ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാണ്. അല്ലാതെ വേറൊന്നും അല്ല അച്ഛാ. രോഹിത്താണ് ബബിതയോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞത്. പിന്നെന്താ അച്ഛാ, ഞാനിതിൽ കുറ്റവാളിയല്ലേ? എന്തിനു രോഹിത്തിനോട് പറയാൻ പോയത്? അതുകൊണ്ടിട്ടല്ലേ രോഹിത് സത്യങ്ങളെല്ലാം അറിഞ്ഞത്. അച്ഛാ, ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അച്ഛൻ ആ ഒരു ചീത്തപ്പേര് അതൊരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. ഞാൻ സത്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അച്ഛനെ ബാധിച്ച ആ ചീത്തപ്പേര് മാറുള്ളൂ അച്ഛാ. അതുകൊണ്ടല്ലേ ഞാൻ സത്യങ്ങൾ മുഴുവനും പറഞ്ഞത്. പിന്നെ എന്താ അച്ഛാ, അച്ഛൻ അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു മകളാണ് അലീന എന്ന് പറയുന്നത് അച്ഛന് വലിയ അഭിമാനമായിട്ടാണ് അച്ഛൻ കരുതുന്നത്. ഇല്ല, അത് വലിയ അഭിമാനമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ എന്താ അച്ഛാ, ഗൾഫിൽ കല്യാണത്തിന് മുമ്പ് ജോലിക്ക് പോയി. ആ സമയത്ത് ഒരു ആംഗ്ലൻ പെണ്ണിനായിട്ട് പ്രണയത്തിലായി. അതിലുണ്ടായ കുഞ്ഞാണ് അലീന. അത് അറിയില്ലായിരുന്നു. അതിനുശേഷം വേറൊരു നാട്ടിൽ വന്ന് വേറൊരു കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവിഹിതത്തിലുണ്ടായ മകളെ കണ്ടെത്തുന്നു. എന്നിട്ട് ഭാര്യയും മക്കളും കൂടെ താമസിക്കുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അച്ഛാ, ഇതൊക്കെ എന്താ അച്ഛാ? ഇതെല്ലാം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് മാറണം. ഇതെല്ലാം കെട്ടുകഥയാണെന്ന് അവരെങ്കിലും തിരിച്ചറിയണം. ഞാൻ അവരോട് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ. അച്ഛൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എൻ്റെ ചീത്തപ്പേര് മാറാൻ വേണ്ടി തന്നെയായിരിക്കും നീ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ നിൻ്റെ മേലിൽ ഒരു അച്ഛനെന്ന പദവി ചേർത്ത് തന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിന് എത്രമാത്രം സന്തോഷം ഉണ്ടായെന്നറിയാവോ? നിന്നെപ്പോലൊരു മോളെ എനിക്ക് കിട്ടിയല്ലോ, നീ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഇപ്പോഴത്തെ എല്ലാം ഉപേക്ഷിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെന്ന്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റോടി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ, സഹിച്ചല്ലേ മതിയാവുള്ളൂ. ഞാൻ എവിടെ പോയാലും എനിക്ക് അച്ഛൻ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച ആരെയാണ്? അച്ഛനല്ലേ എന്നെ മോളായിട്ട് ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിച്ചതും എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അതാരാ? എൻ്റെ അച്ഛനല്ലേ. അപ്പോൾ എൻ്റെ അച്ഛനെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാനായിട്ട് സാധിക്കും അച്ഛാ? ഒന്ന് ആലോചിച്ച് നോക്കുക അച്ഛാ. ഞാൻ ഏത് കോണിൽ പോയാലും എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നിങ്ങനെ പറയാം. പറഞ്ഞപ്പോഴേക്കും വേണ്ട, എന്നെ സുഖിപ്പിക്കാനൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോകാൻ തീരുമാനിച്ചല്ലേ, അപ്പം പോകാൻ നോക്ക്. ഇനി എന്നെ ഇത് ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ അച്ഛാ. അങ്ങനെ എന്നെ ചീത്ത മനസ്സോടു കൂടി തന്നെ എന്നെ പറഞ്ഞു വിടരുത് അച്ഛാ. നല്ല മനസ്സോടു കൂടി തന്നെ വേണം പറഞ്ഞു വിടാനായിട്ട്. മേഡം ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ അച്ഛാ? ഞാൻ പോയാൽ മാത്രമേ മേഡം തിരിച്ചു വരുള്ളൂ. ഇവിടെ മക്കൾക്ക് അമ്മ വേണ്ടേ?
അപ്പം ഞാൻ കാരണം ഒരു കുടുംബം നശിച്ചു പോയി കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും അച്ഛാ. ഞാൻ ഇന്നലെ കയറി വന്നവള്. പക്ഷേ മേഡം ഇവിടെ ജീവിക്കേണ്ട ആളല്ല അച്ഛാ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ രണ്ടുപേരും കൂടി ഭയങ്കര വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അലീന തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവനോടെ പറയുകയും ചെയ്യാണ്. പക്ഷേ ബാലചന്ദ്രൻ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നുമില്ല. അലീന എന്തൊക്കെ പറഞ്ഞാലും അലീനയെ സ്വന്തം മകളായിട്ട് ഈ ബാലേന്ദ്രൻ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛാ ഇതെല്ലാം ഉൾക്കൊള്ളണം അച്ഛാ, ഉൾക്കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഭയങ്കര ഒരു സങ്കടപ്പെട്ട് തന്നെയാണ് പോകുന്നത്. ബാലേന്ദ്രനാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ, കാരണം അലീനയെ അത്രയും സ്നേഹിച്ചു പോയതുകൊണ്ട് ബാലേന്ദ്രന് അതൊന്നും വിശ്വസിക്കാനും സമാധാനിപ്പിക്കാനായിട്ടും പറ്റിയില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. അപ്പോൾ മനു ആണെങ്കിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനുവിൻ്റെ അനിയത്തി വന്ന് മനുവിൻ്റെ അനിയത്തി ഒരു ഗ്ലാസ് ചായ ആയിട്ട് വരിക. മനുവിന് ഭയങ്കര സന്തോഷം. ആ ചായ ഇങ്ങോട്ട് തന്നിട്ടേ, അയ്യടാ ചായ അല്ല, ഈ ഫോൺ വേണമെങ്കിൽ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലേക്ക് കൊടുക്കുക. കഴിഞ്ഞപ്പോഴേക്കും അതെന്താ എനിക്ക് ചായ ഇല്ലേ? ആ ഇതേ എനിക്കുള്ള ചായ. അല്ല അല്ല രാവിലെ ചായ എത്തണതാണല്ലോ, ഇതെന്ത് പറ്റി? ചായയൊന്നും കിട്ടിയില്ലല്ലോ. ആ അതൊന്നും എനിക്കറിയില്ല, ഇന്നേ അടുക്കളയിലോട്ട് പോലും കയറിയിട്ടില്ല എന്നാ തോന്നുന്നത്. പിന്നെ റൂമിലമ്മ, എന്താ പറ്റിയെന്ന് ഏതാ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും ദേ ഇത്രയും ചായ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചായ ചൂടാക്കി ഞാൻ ഇങ്ങെടുത്തു. അത് എനിക്ക് വേണ്ടിയാ, അല്ല അതേ മനുവേട്ടന് വേണ്ടിയല്ല. ഓ അപ്പം അങ്ങനെയാ. അപ്പം എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടിരിക്കുന്ന ഇരിപ്പായിരിക്കും അല്ലേ? ആയിരിക്കുമെന്നേ. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പം ചായ ഇല്ല, ഇല്ല ചായ ഇല്ല, ഇതെനിക്ക് മാത്രം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയത്തിക്കുട്ടി പോവുകയാണ്. അപ്പോൾ കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബബിത വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവളെന്താ രാവിലെ വിളിക്കുന്നത്? ഈ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? ദൈവമേ, എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടായിരിക്കും രാവിലെ വിളിക്കുന്നത്. ആ ബബിതേ, മനുവേട്ട എന്താ ബബിതേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ മനുവേട്ട ഞാൻ വിളിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഞാൻ എന്താ അത്ര വലിയ പ്രശ്നക്കാരിയാണോ? അയ്യോ ബബിതേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ല നീ എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ ബബിതേ. ഇത്ര രാവിലെ നീ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തെങ്കിലും മാറ്റർ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തൊക്കെയോ സീരിയസ് ആയ കാര്യമാണ്, അതുകൊണ്ടാണല്ലോ നീ എന്നെ വിളിച്ചത് എന്ന് പറയാണ്. ശരിയാണ് മനുവേട്ട, എനിക്കൊരു സീരിയസ് ആയ കാര്യം പറയാനുണ്ട്. എന്ത് സീരിയസ് ആയ കാര്യം? അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അത് മനുവേട്ടന് നേരത്തെ അറിയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. ഞാൻ അച്ഛനോടും ചോദിച്ചിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനു ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. എന്താ മനുവേട്ടൻ ഒരു അക്ഷരം പോലും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി പറ. അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല എന്ന സത്യം മനുവേട്ടന് അറിയാമായിരുന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചോദ്യമാണ് ബബിതേ. ഞാനും അങ്കിളും തമ്മിലുള്ള ബന്ധം നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അലീനയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം, അവളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. അത് അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്കിൾ ഒരു കാര്യവും മറച്ചു വെക്കാറില്ലെന്ന് ബബിതയെ നിനക്ക് അറിയുക തന്നെ ചെയ്യാം. ഓ അപ്പോൾ അത് ശരി. അപ്പോൾ ഞാൻ മാത്രമേ ഇത് അറിയാതെ ഉള്ളായിരുന്നല്ലേ? ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. അല്ല അതൊക്കെ ഇരിക്കട്ടെ ബബിതേ, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് രോഹിത്തേട്ടനോട് പറഞ്ഞത് അലീന ചേച്ചിയാ. അതുകൊണ്ടാണ് രോഹിത്തേട്ടൻ ഞങ്ങളോടൊക്കെ ഈ സത്യങ്ങൾ മുഴുവനും പറഞ്ഞത്. എൻ്റെ ഡൗട്ട് തീർക്കാനേ ഞാൻ അച്ഛനോട് പോയി ചോദിച്ചിരുന്നു. അച്ഛനോടും അലീന ചേച്ചിയോടൊക്കെ ചോദിച്ചിരുന്നു. അവർ സമ്മതിക്കുകയും ചെയ്തു. ഇതേ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളായിരുന്നു എന്ന്, അലീന ചേച്ചിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അലീന ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോവാന്നാ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. എന്താ മനുവേട്ട അങ്ങനെ പറയുന്നത്? അപ്പം അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുമെന്നാണോ പറയുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ള കാരണവും എന്താണെന്ന് അറിയാലോ ബബിതേ. ഇനി അതും കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ കാര്യമെന്നൊക്കെ അറിയാലോ. അമ്മ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അല്ലേ? അമ്മ ഇങ്ങോട്ട് വരാൻ വേണ്ടിയല്ലേ അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നത്? മനുവേട്ട ഒന്ന് സംസാരിച്ചൂടെ അലീന ചേച്ചിയോട്? അലീന ചേച്ചി പോകരുതെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞാലും കേൾക്കില്ല. അലീന അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവുക തന്നെ ചെയ്യും. അവള് ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തി വെച്ചിട്ടാണോ അവൾ ചെയ്യാറ്? ഇല്ല, നമുക്ക് നന്മ വരുത്തണമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ അലീന ഓരോ പ്രവർത്തികളും ചെയ്യുള്ളൂ. പിന്നെ ആൻറ്റിയെ അങ്ങോട്ട് കൊണ്ടുവരിക, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഓ വരട്ടെ. അപ്പം അമ്മ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലേ? അപ്പം അലീന ചേച്ചി പോവും. അപ്പോൾ പഴയതുപോലെ കുടുംബവും ഞങ്ങളും പഴയതുപോലെ ആയിക്കോളാം. അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അമ്മ ഒരേപോലെ കണക്കിന് പോട്ടെ. ബബിതേ, നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സോൾവ് ആയിട്ട് വരികയാണ്. അതിനിടയിൽ പ്രശ്നത്തിന് മേലിൽ നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ബബിതേ.
അലീന പോകുന്നത് ആ കുടുംബത്തിന് സമാധാനം കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. അപ്പം അതിനിടയിൽ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ട മനുവേട്ട? അലീന ചേച്ചി ഇവിടുന്ന് പോകലും തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അലീന ചേച്ചി പോകുമെന്ന് പറയുന്നു. അങ്ങനെ പോയാലും അവള് നമ്മൾ കാണുന്ന ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്നേ. അല്ലാതെ നമ്മളെ വിട്ട് അവൾ എങ്ങോട്ട് പോകാനാ? അലീനയുടെ തീരുമാനത്തെ നമ്മൾ ഉൾക്കൊള്ളുക തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അതിൽ ധിക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടേന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശരി മനുവേട്ട എന്നാൽ പിന്നെ ഞാൻ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയും ചെയ്യാണ്. അപ്പോൾ മനുവിനാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ മനു ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്താണ് വീണ്ടും അനീതിക്കുട്ടി ഒരു ഗ്ലാസ് ചായയായിട്ട് വരികയാണ്. എന്താ മനുവേട്ട? ബബിതയോട് എന്ത് സംസാരിക്കുക എന്തായിരുന്നു ചെയ്തത്? അതെ, അലീന പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അവൾ അവിടെ നിന്ന് പോവാന്നാണല്ലോ പറഞ്ഞത്. അയ്യോ, അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ മനുവേട്ട. അലീന ചേച്ചി അവിടെ നിന്ന് പോകണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ് അലീന ചേച്ചി അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണല്ലോ അലീന ചേച്ചിയെ എല്ലാവരും കാണുന്നത്. അത് ശരിയാണ്, നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ വൈജാൻറ്റിയെ അവിടെ എത്തിക്കണമെങ്കിൽ അലീന അവിടെ നിന്ന് പോയാലേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ വൈജാൻറ്റി അവിടെ നിൽക്കില്ലെന്നല്ലേ പറയുന്നത്. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ വൈജാൻറ്റിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി പിന്നാലെ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് വൈജാൻറ്റി അങ്ങോട്ട് ചെല്ലട്ടേന്നേ. പ്രശ്നങ്ങൾ സോൾവ് ആകണമെങ്കിൽ സോൾവ് ആക്കിക്കോട്ടെ. അപ്പോൾ അലീന ചേച്ചി എങ്ങോട്ട് പോകുന്ന? അവള് എങ്ങോട്ടെങ്കിലും പോകും. പക്ഷേ നമ്മളെ അവള് വിളിക്കാതിരിക്കില്ല. അതൊക്കെ ഇരിക്കട്ടെ. ചായയുടെ കാര്യത്തിൽ എന്തിനും തീരുമാനമായോ? പിന്നെ തീരുമാനമായി. ഈ ഞാനല്ലേ ഉള്ളത്. പിന്നെ തീരുമാനമായില്ലേ? ഇതേ ഞാൻ തന്നെ ഇട്ട ചായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തരക്കേടില്ലല്ലോ വെച്ചേ കിട്ടിഞ്ഞപ്പോഴേക്കും. കുറ്റം പറയാതെ കുടിക്കുകയാണെങ്കിൽ കുടിച്ചോ, കുറ്റം പറയുകയാണെങ്കിലേ പിന്നെ ചായ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? അത്യാവശ്യം ചായ ഇടാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയത്തിക്കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. വീണ്ടും മനുവാണെങ്കിൽ അലീനയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ഗോവർദ്ധനെയാണ്. അപ്പോൾ ഗോവർദ്ധൻ നേരെ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. നേരെ വന്ന് അപ്പോൾ നമ്മുടെ ബബിതയായിരുന്നു. എവിടെ അച്ഛനുണ്ടോ മോളെന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ്രൻ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗോവിന്ദ്രൻ വന്നോ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനെ അവിടെ പിടിച്ചങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ബാലേട്ടാ, എന്താ എന്നെ പെട്ടെന്ന് വിളിച്ച് വരുത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ബാലേന്ദ്രൻ പറയണം, അതെ നീലഗിരി അങ്ങനെ 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവിടം വരെയൊക്കെ പോകണമെന്ന് പറയണം. എന്താ ബാലേട്ട അവിടം വരെയും പോകണമെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ കാര്യം എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അത് പിന്നെ നീലഗിരിയിലെ വൈജിയുടെ ഒരു ആങ്ങളെ ഉണ്ടല്ലോ, ആങ്ങളുടെ അടുത്തും കൂടി ഒന്ന് കയറണം. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെ തന്നെയാ. അലീന ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാ പറയുന്നത്. അലീന എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? അതിൻ്റെ കാര്യം എന്താ? വൈജിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. വൈജി ഇവിടെ താമസിക്കണമല്ലോ. അവൾ ഒറ്റക്കാലം നിൽക്കുകയല്ലേ. അലീന ഇറങ്ങി പോകാതെ അവളിങ്ങോട്ട് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലം നിൽക്കുകയല്ലേ. എൻ്റെ പൊന്നു ബാലേട്ടാ, അവൾ ശരിക്കും പറഞ്ഞ് ഇങ്ങോട്ട് വരണം എന്തിനാണ്? ഏതായാലും ബാലേട്ടന് സ്വസ്ഥത എന്താണെന്ന് ഇതുവരെയായിട്ട് അറിഞ്ഞില്ലല്ലോ. ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയല്ലേ. അതുമല്ല, ഇനി അലീന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ലല്ലോ ബാലേട്ടാ. അലീന പോയാലും എങ്ങോട്ട് പോകുമെന്നാ? എവിടെ കൊണ്ടേ ആക്കും? അലീന ഇവിടുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബാലേട്ടൻ്റെ മകളല്ലേ. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞു നോക്ക് നീട്ടഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചതിന് ശേഷം, എടാ ഗോവർദ്ധ, അലീന എൻ്റെ മകളല്ല. അലീനയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവൾക്കൊരു സേഫ് കൊടുത്തതാണ് എൻ്റെ മകളായിട്ട്. ഇതിട്ടപ്പോഴേക്കും നമ്മുടെ ഗോവർദ്ധനൊക്കെ ഞെട്ടിപ്പോയി. ബാലേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? അലീന മകളല്ലെന്നോ? അതെ, അലീന എൻ്റെ സ്വന്തം മകളല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു സേഫിന് വേണ്ടി നമ്മളിങ്ങനെ ബുള്ളറ്റ് പ്രൂഫൊക്കെ ധരിക്കുന്നത് കണ്ടിട്ടില്ലേ ചിലവരൊക്കെ, ഭടന്മാരൊക്കെ ബുള്ളറ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടി. അതേപോലെ ഒരു പ്രൂഫ്, അതേപോലെ ഒരു സേഫ് ഗാർഡ്, അത്രയും മാത്രമേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മക്കളെല്ലാം സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഞാൻ അവളുടെ അച്ഛനല്ല എന്നുള്ള സത്യം. അവൾ ഇറങ്ങിപ്പോയാൽ മാത്രമേ വൈജി ഇങ്ങോട്ട് തിരിച്ചു വരുവുള്ളെന്ന് ഉള്ള സത്യം. പക്ഷേ അവളങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ ഗോവർദ്ധ. കാരണം അവള് നമ്മൾ കൺമുന്നിൽ തന്നെ വേണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടി നാളെ ഒരു യാത്ര പോകുന്നു. അങ്ങനെ യാത്ര പോയിട്ട് അലീനയ്ക്ക് നല്ലൊരു സേഫായ സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എനിക്ക് അവളങ്ങനെ കൈവിടാനൊന്നും പറ്റില്ല ഗോവർദ്ധ എന്ന് പറയാ. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.